എനിക്കൊരു പുള്ളി മനസ്സിലായില്ല. തനിക്കൊന്നും മനസ്സിലായില്ലേ? എടാ മരത്തറയാ, ഞാൻ പോയിട്ട് വരുമ്പോ എല്ലാ കാര്യം ശരിയാക്കാന്ന് പറഞ്ഞിട്ട് പ്രേമിക്കാൻ നടക്കുന്നു. അക്കാര്യം മാത്രം സാർ സംസാരിക്കരുത്, അതെന്റെ വ്യക്തിപരമായ കാര്യമാണ്. എന്താ വെച്ചാ പ്രേമിക്കുന്ന മനസ്സുകളെ തമ്മിൽ പിരിക്കരുതെന്ന്. അവിവാഹിതനായ സാറിന് എങ്ങനെ പ്രേമത്തിന്റെ ഫീലിങ്സ് മനസ്സിലാവാൻ? പ്രേമത്തിന് ഇത്ര വലിയ ഫീലിങ്സ് ഉണ്ടോ? പിന്നെ എങ്കിൽ അത് വെച്ചൊരു കളി കളിക്കാം. എന്തിനാ ഇവിടെ നിർത്താൻ പറഞ്ഞത്? ഈ ഹോസ്റ്റലിലെ എന്റെ ഒരു ഫ്രണ്ടിനെ കണ്ടിട്ട് വരാം. ഒരു മിനിറ്റ്. അതെ, കൃത്യം 1 മിനിറ്റ് കഴിയുമ്പോ ഞാൻ പോകും. ഷോപ്പിങ്ങിന് പോവാ. ചാർലി ഇവിടെ വെയിറ്റ് ചെയ്യാ. അപ്പൊ പിന്നെ എന്റെ ആവശ്യമില്ലല്ലോ. സാർ, രക്ഷിക്കണം. ഒരാളെന്നെ ഉപദ്രവിക്കാൻ വരുന്നു. അറിയില്ല സാർ. ഞാൻ പറഞ്ഞ കാര്യം അന്വേഷിച്ചിട്ട് എന്നെ ഒന്ന് വിളിക്കണം. ബൈ. എന്തായി കളിക്കുന്ന? നിങ്ങൾ ആരാ? രക്ഷിക്കാന്ന് എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് കാള് മാറിയതാ. ആൾക്കാർ കണ്ടെന്ന് വിചാരിക്കും നമ്മുടെ പീഡനങ്ങളുടെ കാലം. നിങ്ങൾ കാള് മാറിയതാ. എനിക്കൊന്നും അറിയില്ല. പിന്നെ ലവ് എന്ന് പറയുന്നു. അയ്യോ, ചീറ്റിക്കൊന്നുമില്ല. എനിക്കറിയില്ല, സത്യമായിട്ട് അറിയില്ല. ഇവരേതോ ഭ്രാന്താശുപത്രിയിൽ ചാടി വന്നതാ. എനിക്കൊന്നും അറിയില്ല. എന്നെ തെറ്റിദ്ധരിക്കരുത്. ഞാൻ ആ ടൈപ്പ് അല്ല. സ്ത്രീ പീഡനമൊക്കെ മാറിപ്പോ പുരുഷ പീഡനമായോ? ഏതായി സ്ത്രീ? ഇന്ന് ഞാൻ ഈ ബ്രഹ്മാസ്ത്രം അവൻ ഏറ്റത് തന്നെ. അവന്റെ ഒരു പ്രേമം. ഇതോടെ അവൾ അവനെ പടിയടിച്ച് പിണ്ടം വെക്കുമെന്നുള്ളത് എനിക്ക് ഉറപ്പാ. സാർ, എനിക്ക് പോണം. വല്ലവരും വന്നാൽ ഈ ആൽബർട്ടിന്റെ കണ്ടുവെട്ടിച്ച് ഒരീച്ച പോലും ഈ മതിൽക്കെട്ടിനുള്ളിൽ കിടക്കില്ല. ഈ എസ്റ്റേറ്റ് ബംഗ്ലാവ് ഇന്ന് എന്റേതല്ലെങ്കിലും നാളെ എന്റേതാവും. അതെനിക്കറിയില്ലേ സാറേ. ഏതായാലും നീ നിന്റെ ജോലി കൃത്യമായി ചെയ്തു. സാറ് കാണുന്ന പോലൊന്നും അല്ല. ആളൊരു പൂച്ച സന്യാസിയാ. ഒരു ഫോട്ടോ എടുത്തോട്ടെ. താങ്ക് യു. ഞെട്ടണ്ട, ഹാർട്ട് അറ്റാക്ക് വരും. അങ്ങയുടെ അത്രയ്ക്ക് വക്രബുദ്ധി ഇല്ലെങ്കിലും ഒരു ലേശം ബുദ്ധിയൊക്കെ ഇതിനകത്തുണ്ട്. യു അല്ല, എ, വലിയ എ, അടൽസൊള്ളിയുടെ എ. ഇത് വെച്ച് ഞാനൊരു കളി കളിക്കും. അതോടെ സൽസ്വഭാവിയായ അങ്കിളിന്റെ മറ്റൊരു മുഖം കൂടി അറിയേണ്ടവരൊക്കെ അറിയും. വരട്ടെ. ചാർലി. എന്താ അങ്കിൾ? സോറി അങ്കിൾ, ചാർലിയോട് കളിക്കാൻ അങ്കിൾ ആയിട്ടില്ല. ഓക്കെ, സോറി ഫോർ ദ ഡിസ്റ്റർബൻസ്. ഹലോ, ഐ ലവ് യു. വരട്ടെ. കണ്ടിന്യൂ. ബൈ ബൈ. ഈ ചെയിൻ എത്ര പവനാ? നാൻസി, എനിക്കറിയാം എന്നോട് ദേഷ്യമാണ്. ശരിയാ, അങ്ങനെ ഒരു രംഗം കണ്ടാൽ ആരായിരുന്നാലും പറഞ്ഞു. പക്ഷേ അതൊരു ചതിയായിരുന്നെന്ന് അറിയുമ്പോഴോ ക്ഷമിക്കാവുന്നല്ലേ ഉള്ളൂ. യെസ്, ഇറ്റ് വാസ് എ ഡ്രാമ. ഞെട്ടണ്ട, ഇദ്ദേഹം തന്നെയാണ് നാൻസിയുടെ നിത്യബ്രഹ്മചാരിയായ ബാച്ചിലർ അങ്കിൾ. എന്നെ എങ്ങനെയെങ്കിലും ഇവിടുന്ന് പുറത്താക്കാനുള്ള പുള്ളിക്കാരന്റെ അടവുകളിൽ ഒന്ന്. അതെ, അല്ലാതെ നാൻസി കരുതുന്നുണ്ടോ തന്നെ കുറിച്ചല്ലാതെ മറ്റൊരു പെൺകുട്ടിയെ കുറിച്ച് ചിന്തിക്കാൻ എനിക്ക് കഴിയുന്നു? സോറി ചാർലി. ചന്ദ്രലേഖ, ചന്ദ്രലേഖ, ഇവിടെ ഇവിടെ ഇവിടെ. ആരാ?
ചേട്ടാ ഞാനാ ഈ കൂരിരുട്ടത്ത് എന്റെ ചാപ്പിളിയേട്ടൻ എങ്ങനെ ഇവിടം വരെ എത്തി? ഒരു പിന്നാമിനിങ്ങിന്റെ നുറുങ്ങുവെട്ട എന്നെ ഇങ്ങോട്ടേക്ക് എത്തിച്ചു. ഈ രാത്രിയിൽ ഒറ്റയ്ക്ക് പുറത്തേക്ക് ഇറങ്ങി വരാൻ നിനക്ക് ഭയം തോന്നിയില്ലേ ചന്ദ്രലേഖേ? എന്റെ ചാപ്പിളിയേട്ടനുള്ളപ്പോ എനിക്കെന്ത് ഭയം? എന്നെ അത്രയ്ക്ക് വിശ്വാസമാണോ? പിന്നെ അതിലെന്ത് സംശയിച്ചിരിക്കുന്നു? നിന്റെ പാരച്ചേട്ടൻ എവിടെ? കൂർക്കം വലിച്ചുറങ്ങുകയാണ്. എന്റെ ദൈവമേ, ആ നല്ല മനുഷ്യന്റെ കൂർക്കം വലി എന്നേക്കുമായി നിർത്തി എന്റെ മാർഗം നീ തുറന്നു തരണമേ. ആമേൻ. എന്റെ ദൈവമേ, നീ ഞാൻ പറഞ്ഞ കേട്ടോ? ദൈവമല്ലടാ, ഞാനാ. അയ്യോ അതാരാ? നിന്റെ ആങ്ങളാ. എടാ എടാ, നീ ഇന്ന് വരുമെന്ന് എനിക്ക് അറിവ് കിട്ടി. അതുകൊണ്ട് ഞാൻ ഫുൾ സെറ്റപ്പ് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്. തന്നെയാണോ? എടാ ലോനപ്പാ, ശങ്കര, വാടാ, എല്ലാരും വാടാ. കണ്ടോ, അന്ന് നിങ്ങളോട് ഞാൻ പറഞ്ഞില്ലേ എന്റെ പ്രാവിനെ തട്ടിക്കൊണ്ട് പോകാനുള്ള പരിപാടി ഇവനുണ്ടെന്ന്? അന്ന് നിങ്ങൾ വിശ്വസിച്ചോ? കൂട്ടുകാരെ, ഒരാൺതരിയുടെ നിഴൽ പോലും വീഴാതെയാണ് ഞാൻ എന്റെ പ്രാവിനെ ഇതുവരെ വളർത്തിയത്. പക്ഷെ ഇപ്പൊ എന്റെ കൈവിട്ടുപോയി. അതുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെ മുമ്പിൽ വെച്ച് എന്റെ ഈ പ്രാവും ഇവനുമായുള്ള കല്യാണം നടത്താൻ പോവുകയാണ്. കല്യാണോ? തന്റെ ഈ പെങ്ങൾ ആര് കെട്ടുവിടൂ? ഇത് വെറും ഒരു ടൈം പാസ്. ടൈം പാസ്? നേരം പോക്ക്. ടൈം പാസ് ആക്കടാ. അങ്ങനെ വഴിക്ക് വാ. മാറിക്കണങ്ങട്. കേട്ടടാ, താലിയാ? കേട്ടോ താലി? അങ്ങനെ ആയിട്ടോ. ചാപ്പിളിയേട്ടാ, ഇങ്ങനെ ഒരു കല്യാണം. ഇത് കല്യാണമല്ല, തല്ലിയാണം. ഇനിയിപ്പോ ഇങ്ങനെ കരഞ്ഞിട്ട് എന്താ കാര്യം? എങ്ങനെ കരയാതിരിക്കും സൂര്യ? പണത്തോടുള്ള അത്യാർത്ഥി കൊണ്ട് ദൈവത്തിന് നിരക്കാത്ത പലതും ഞാൻ ചെയ്തു. നാൻസിയെ കൊല്ലാൻ വേണ്ടി ബൊക്കയിൽ ബോംബ് വെച്ചു, പായസത്തിൽ വിഷം കലർത്തി, വണ്ടിയുടെ ബ്രേക്ക് പൊട്ടിച്ചു, അവസാനം പാമ്പിനെ കൊണ്ട് കൊല്ലിക്കാൻ വരെ ഞാൻ. ഇതൊന്നും സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്തല്ലോ. ആ ദുഷ്ടം നിന്നെ കൊണ്ട് നിർബന്ധിച്ച് ചെയ്യിപ്പിച്ചല്ലേ? ദ്രോഹികളെ, അപ്പൊ നിങ്ങളെ കുത്തി കുഴിയിൽ വീണത് നിഷ്കളങ്കനായി ഞാൻ. ശരി, എല്ലാം ശരിയാക്കി തരാം. ഒരു കുടുംബമൊക്കെ ആയില്ലേ, ഇനിയെങ്കിലും കുറച്ച് ഉത്തരവാദിത്തോടെ ജീവിക്കാൻ നോക്കും. ഒരു കണക്കിന് ദൈവമാ നമ്മളിവിടെ കൊണ്ടെത്തിച്ചത്. ഇല്ലായിരുന്നെങ്കിൽ ആ ആൽബർട്ട് വേറെ ആരെങ്കിലും കൊണ്ട് നാൻസിയെ കൊല്ലിപ്പിച്ചേനെ. എങ്ങനെയെങ്കിലും എനിക്ക് നാൻസിയെ രക്ഷിച്ചേ പറ്റൂ. സൂര്യ, നിന്നോടൊപ്പം ഞാനുണ്ടടാ. എല്ലാത്തിനെയും നമുക്ക് പൊളിച്ചെടുക്കണം. നീ പുകുந்து വിളയാടിക്കോ. മോളെ നാൻസി, അപ്പോ എല്ലാം വെറും നാട്യമായിരുന്നു അല്ലേ? മോളെ വേണ്ട, എന്നെ അങ്ങനെ വിളിക്കണ്ട. എനിക്കെല്ലാം മനസ്സിലായി. മോളെ മനസ്സിലായല്ലോ. അവനവൻ കുഴിക്കുന്ന കുഴികളിൽ പതിക്കുമ്പോൾ ഗുലുമാൽ ഗുലുമാൽ പരസ്പരം. അങ്കിള് നാൻസിയെ കൊല്ലാൻ ശ്രമിച്ച കാര്യമൊന്നും തൽക്കാലം ഞാൻ പറഞ്ഞിട്ടില്ല. കൈയെടുക്ക്, കൈയെടുക്ക്. ചിന്ന ചിന്ന ആസൈ, ആളെ കൊല്ലാൻ ആസൈ, ബൊക്കയ്ക്കകത്ത് ബോംബ് വയ്ക്കാൻ ആസൈ, കാറിന്റെ ബ്രേക്ക് ഊരി വെക്കാൻ ആസൈ, പായസത്തിനെ പോയിസണാക്കാൻ ആസൈ, പാമ്പിനെ കൊണ്ട് കൊത്തിക്കാൻ ആസൈ, ആസൈകളെല്ലാം. ഇവനെ പൊക്കി അകത്തിട്ടെ. സത്യം പറയണോ, മൂത്രമൊഴിക്കാൻ പോലും സമ്മതിക്കരുത്. ഒരു സങ്കടം ബോധിപ്പിക്കാനുണ്ടായിരുന്നു. എന്താ സംഘടനം? ഞാൻ 2 കൊലപാതകം. രണ്ട് കൊലപാതകവും ചെയ്തിട്ട് ഉപ്പുമാങ്ങ ചപ്പിയ ലാഘവത്തോടെ ഒരു എസ്ഐയുടെ മുന്നിൽ വന്ന് നിൽക്കുന്ന എന്നെ പൊന്നു സാറേ, ഞാൻ കൊലപാതകയല്ല. പിന്നെ ഞാൻ 2 കൊലപാതകളെ നേരിട്ട് കണ്ടു എന്ന് പറയാൻ വന്നതാ. അയ്യോ, ആണോ? എന്നാ താനിരിക്കെ, കോവാല 2 ചായ വാങ്ങിച്ചോണ്ട് വാടാ. അയ്യോ, എനിക്കിപ്പോ ചായ വേണ്ട. വേണം, താനിരി. ഓ, പറയൂ, എന്താണ് സംഭവിച്ചത്?
എന്റെ സാറേ വണ്ടിയുടെ ബ്രേക്ക് കട്ട് ചെയ്തതും ബോംബ് വെച്ചൊക്കെ ഞാനല്ല, അവന്മാർ ആ ചാർലിയും ചാപ്ലിനും. സത്യ അപ്പൊ അത് ശരി. വന്നത് അംഗം കാണാനാണേലും പോണത് താളിയും നുള്ളിയച്ചാ. അങ്ങോട്ട് പൊള്ളി. തെറ്റും ശരിയും പറഞ്ഞു തിരുത്തി തരാൻ എനിക്ക് വേറെ ആരുമില്ല. ചാർലി എനിക്ക് ഇഷ്ടായി. അറിഞ്ഞിടത്തോളം എന്നെ സ്നേഹിക്കാൻ കഴിയുന്ന ഒരാളാണെന്ന് തോന്നി. എന്റെ തീരുമാനം തെറ്റാവോ ലേഖേ? ഒരിക്കലുമില്ല. എന്റെ മനസ്സ് പറയുന്നു നാൻസിക്കെന്നും നല്ലതേ വരൂ. ഒരമ്മയെ പോലെ, ഒരേടത്തെ പോലെ ലേഖ എന്റെ കൂടെ ഉണ്ടാവില്ലേ? എന്താ കുട്ടി ഇത്? ഞാനുണ്ടാവും. ഒരമ്മയെ പോലെ ലാളിക്കാൻ മാത്രമല്ല, ഏടത്തിയെ പോലെ ശാസിക്കാനും ഈ ചന്ദ്രലേഖ കൂടെ ഉണ്ടാവും. ബാ. ഗുഡ് മോർണിംഗ് മാഡം. എന്താ വന്നത്? ഇതിലൊന്ന് സൈൻ ചെയ്താൽ. 1 മിനിറ്റ്. എന്താണ് ഏതാണെന്നൊന്നും വായിച്ചു നോക്കാതെ പെട്ടെന്ന് സൈൻ ചെയ്താൽ? വിശ്വനാഥൻ നമ്മുടെ വിശ്വനാഥനല്ല ഭൂമിനാഥനായാലും ഇക്കാലത്ത് വിശ്വസിക്കണമെങ്കിൽ മിനിമം കമ്പ്യൂട്ടറെങ്കിലും പറയണം. ഡാൻസ് ടീച്ചർക്ക് താൻ തിത്താൻ പരിപാടി മാത്രം നോക്കിയാ പോരെ, വെറുതെ കമ്പ്യൂട്ടറിൽ കുത്തി കൈ പൊള്ളിക്കണോ? തർക്കുത്തരം. യജമാനേക്കാളും വലിയ വൃത്തിയില്ലെന്ന് നിങ്ങളുടെ ബൈബിളിൽ തന്നെ പറയുന്നില്ലേ? ഉണ്ട്. ആ എന്നാ പറ, ടുഡേ ഐ ആം വെരി വെരി ബിസി. മിനിമം നാളത്തെ പാർട്ടി എങ്കിലും കഴിഞ്ഞിട്ട് വരാൻ പറ. എന്നിട്ട് പോരെ ഈ ഒപ്പും സീലും ഒക്കെ? ഏടത്തിയാണ് പറയുന്നത്, അനുസരിച്ചേ പറ്റൂ. മിസ്റ്റർ വിശ്വനാഥൻ എന്തായാലും നാളത്തെ ഫംഗ്ഷൻ എത്തുമല്ലോ. ഓ. നാളെ സൈൻ ചെയ്യാം. ഓക്കെ? ഓക്കെ മാഡം. നാൻസി, ഇയാളുടെ നോട്ടം അത്ര പന്തിയല്ല. ഒന്ന് വാച്ച് ചെയ്യുന്ന നന്നായിരിക്കും. ശരി മമ്മി. വാ. നിന്നേ. അയ്യോ, കൊള്ളക്കാരൊന്നുമല്ല, ഞങ്ങളാ. നിങ്ങളായിരുന്നു. തേടിയ കാല് വള്ളി ചുറ്റി. തേടിയ ചുറ്റി കാലേ വള്ളി. തേടിയ അതൊക്കെ നമുക്ക് പിന്നെ തിരുത്താം. കാര്യം പറ, എങ്ങോട്ട് പോകുന്നു? ഞാൻ നിങ്ങളെ അന്വേഷിച്ചോന്നാ. എന്തിന്? ബോംബെ അമിതാഭ് ബച്ചൻ വിളിച്ചിരുന്ന? അതൊന്നും അല്ല. പിന്നെ ഇത് നോക്ക്. ഇതെങ്ങനെ നിന്നിലെത്തി? കുറച്ച് നാൾ മുമ്പ് ഒരു രാത്രി ഒരു കക്ഷി വന്നു. വളരെ അത്യാവശ്യമായിട്ടൊരു പ്രിന്റ് അടിച്ചു കൊടുക്കാൻ പറഞ്ഞു. ഞാൻ അടിച്ചു കൊടുക്കുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം വെറുതെ ഒരു സംശയം തോന്നി, ഞാനൊരു പ്രിന്റ് അടിച്ചു നോക്കി. അപ്പോഴത് ചന്ദ്രനാണെന്ന് മനസ്സിലായത്. ഞാൻ നേരെ ഇങ്ങോട്ട് പോന്നു. ഇതിന്റെ നെഗറ്റീവ് നിന്റെ ഉണ്ടോ? അതല്ലേ ഈ പറഞ്ഞത്. ഭാഗ്യം സൂര്യ, ഈശ്വരൻ നമ്മളെ പൂർണ്ണമായും കൈവിട്ടിട്ടില്ല. അതുപോട്ടെ, എന്താ ഈ സംഭവം? അത് ഇവൻ പെട്ട ഒരു കെണിയാ. ശരിക്കും കൊല ചെയ്ത ഇവനല്ല. പിന്നാരാ? അതാണ് എന്റെയും ചോദ്യം. അപ്പൊ മരിച്ചതാരാ? സിറ്റിയിലുള്ള ഒരു ബടാ കക്ഷിയാ. കള്ളക്കടത്തൊക്കെ ഉള്ള കൂട്ടത്തിലാണെന്നാ പറഞ്ഞു കേട്ടത്. കൂട്ടത്തിൽ അയാളുടെ ഭാര്യയും കാണാതായിട്ടുണ്ട്. ഈശ്വര, നീ എന്താ അത്ര സൂക്ഷിച്ചു നോക്കുന്നേ? പിന്നിലിരിക്കുന്ന ഈ കണ്ണാടിയിൽ ഒരാളുടെ മുഖം കണ്ടോ? എവിടെ എവിടെ എവിടെ? ശരിയാണല്ലോ. ഇതാരുടെ മുഖമാണെന്ന് ചന്ദ്രന് മനസ്സിലായോ? എനിക്കും അത് മനസ്സിലാവുന്നില്ല. റാംജി, എത്രയും പെട്ടെന്ന് ഈ ഭാഗം എല്ലാവരും ചെയ്തോണ്ട് വാ. ചന്ദ്രനെ രക്ഷിക്കാൻ മാത്രമല്ല, ചിലപ്പോ ഒരു വലിയ കുറ്റവാളിയെ നിയമത്തിന് മുന്നിൽ കാട്ടിക്കൊടുക്കാനും നമുക്ക് കഴിഞ്ഞേക്കും. Come on, hurry.